പ്ലസ് വൺ ഇംഗ്ലീഷ് എക്സാമിന് എത്രയൊക്കെ പഠിക്കാനുണ്ട്, ഇതൊക്കെ എങ്ങനെയാണ് ഈ ഒരു അവസാന നിമിഷത്തിൽ നമ്മൾ പഠിക്കുക. വളരെ പ്രധാനപ്പെട്ട വീഡിയോ ആണ്. നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷന് ഒരുപാട് ടൈം നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും ഈ ഒരു ഒറ്റ വീഡിയോ കാരണം. നമുക്കറിയാം 3 കാര്യങ്ങൾ നിങ്ങൾ ഇംഗ്ലീഷ് എക്സാമിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു A+ അല്ലെങ്കിൽ ഒരു ഫുൾ മാർക്കിന് അടിച്ചെടുക്കാം. ഒന്നാമത്തെ കാര്യം, ഈ ഒരു അവസാന ഘട്ടത്തിൽ നിങ്ങൾ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും സമ്മറിയിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ചാപ്റ്റർ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് മാത്രം ബേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ചാപ്റ്റർ സമ്മറിയാണ് ഈ ഒരു അവസാന ഘട്ടത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഫോക്കസ് ചെയ്യേണ്ടത്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എക്സാമിൻ്റെ തലേ ദിവസം എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ നോക്കി പോകേണ്ടത് ഓരോ ചാപ്റ്ററിൽ നിന്നുള്ള എക്സാം പോയിന്റുകളാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് 10 ചാപ്റ്റേഴ്സിൻ്റെ എക്സാം പോയിന്റുകളും ചാപ്റ്റർ സമ്മറിയും ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ലൈവിൽ. അത് കഴിഞ്ഞിട്ട് ഇന്ന് നമ്മൾ വർണിത മിസ്സിൻ്റെ ക്ലാസ്സിൽ, വർണിത മിസ്സിൻ്റെ ലൈവിൽ ബാക്കി വരുന്ന 9 ചാപ്റ്റേഴ്സിൻ്റെയും ചാപ്റ്റർ സമ്മറി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ആപ്പിലും അതുപോലെ തന്നെ നമ്മുടെ ക്ലബ്ബുകളിലൊക്കെ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റികളിലൊക്കെ നിങ്ങൾക്ക് ആവശ്യമായ എക്സാം പോയിന്റുകളായിരിക്കും ഇനി തൊട്ട് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമ്മളോട് ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കുക ഡിസ്കോസുകളുടെ രൂപത്തിലായിരിക്കും. ലെറ്റർ, ഡയറി, സെമിനാർ റിപ്പോർട്ട് പോലത്തെ ഡിസ്കോസസ് ആയിരിക്കും നമ്മളോട് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരിക. അപ്പോൾ ഈ ഡിസ്കോസുകളുടെ ഒക്കെ ഫോർമാറ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ നിർബന്ധമാണ്. ഇതായിരിക്കും നമ്മളെ ഒരുപാട് മാർക്ക് സേവ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം. നിങ്ങൾ ഫോർമാറ്റ് തെറ്റിച്ച് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്കൊരു പകുതി മാർക്ക് അങ്ങനെ പോയി. നിങ്ങളുടെ ഉത്തരം ശരിയാണെങ്കിലും ഫോർമാറ്റ് തെറ്റിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് അവിടെ പോകും. അപ്പോൾ രണ്ടാമത്തെ കാര്യം, ഡിസ്കോസിൻ്റെ ഫോർമാറ്റ് പഠിക്കലും അത് മനസ്സിലായെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യലാണ് രണ്ടാമതായിട്ട് ചെയ്യേണ്ടത്. ഇനി മൂന്നാമത്തെ കാര്യമാണ് ഗ്രാമർ നമ്മളോട് ഒരു 10 മുതൽ 12 മാർക്കിന് വരെയാണ് ചോദിക്കാറുള്ളത്. ഈ 3 കാര്യങ്ങൾ റെഡിയാക്കി കഴിഞ്ഞാൽ ഇംഗ്ലീഷ് എക്സാമിന് A+ അല്ലെങ്കിൽ ഒരു ഫുൾ മാർക്കിനെ നമുക്ക് ഈസിലി അടിച്ചെടുക്കാം. ഇനി എത്രയൊക്കെ പഠിക്കാനുണ്ട് എന്നുള്ളത് നോക്കാം. നമുക്ക് 6 യൂണിറ്റുകളിൽ നിന്നായിട്ടൊരു 19 ചാപ്റ്ററുകളാണ് പഠിക്കാനുള്ളത്. 6 യൂണിറ്റുകളിൽ നിന്ന് 19 ചാപ്റ്ററുകൾ. ഇനി നമുക്ക് ഡിസ്കോസുകളിലേക്ക് വരികയാണെങ്കിൽ എസ്സേ, ആർട്ടിക്കിൾ, സ്പീച്ച്, ലെറ്റർ ടു എഡിറ്റർ, ഇൻഫോർമൽ ലെറ്റർ, ഫോർമൽ ലെറ്റർ, ഇമെയിൽ, ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, ലൈവ് TV റിപ്പോർട്ട്, സെമിനാർ റിപ്പോർട്ട്, ഇൻ്റർവ്യൂ ക്വസ്റ്റനെയർ, പ്രൊഫൈൽ, ക്യാരക്ടർ സ്കെച്ച്, ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ, റിവ്യൂ ഓർ അപ്രീസിയേഷൻ, റൈറ്റപ്പ്, പാരഗ്രാഫ് റൈറ്റിംഗ്, നറേറ്റീവ്, ഡിബേറ്റ്, കോൺവെർസേഷൻ, പ്രസ്സി, ട്രാവൽ എസ്സേ, ട്രാവൽ ഇൻഫോ അല്ലെങ്കിൽ ട്രാവൽ ബ്രോഷർ, ബ്ലോഗ് പോസ്റ്റ്, സോഷ്യൽ മീഡിയ കമൻറ്റ്, ഡൂസ് ആൻഡ് ഡോൺസ്, അഡ്വൈസ്, സെമിനാർ പേപ്പർ, പോസ്റ്റർ പ്രിപ്പറേഷനും കാർഡ് മെസ്സേജ് ഒന്നും നിങ്ങളോട് ചോദിക്കാറില്ല. പക്ഷേ ഏകദേശം 26ഓളം ഡിസ്കോസുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഈ 26 ഡിസ്കോസുകളുടെയും ഫോർമാറ്റും നമുക്ക് പഠിക്കണം. സോ ഞാൻ ഓൾറെഡി ക്ലബ്ബുകളിലും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റികളിലൊക്കെ ഇതിൻ്റെ നോട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രയും 26 ഡിസ്കോസുകളുടെ ഫോർമാറ്റും ഒരു ടെംപ്ലേറ്റും ഇതൊക്കെ ചോദിക്കുന്ന സമയത്ത് അതിലെല്ലാത്തിലും ഉൾപ്പെടുത്താൻ പറ്റുന്ന, ഏത് ചാപ്റ്ററിന് നോക്കിക്കോട്ടെ, ഏത് ചാപ്റ്ററിന് സ്പീച്ച് ചോദിച്ചാലും ഏത് ചാപ്റ്ററിന് ഇമെയിൽ ചോദിച്ചാലും അതിലൊക്കെ ഉൾപ്പെടുത്താൻ പറ്റുന്ന കുറച്ച് സെൻറ്റൻസുകൾ ഉൾപ്പെട്ട ടെംപ്ലേറ്റും ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ആരെങ്കിലും നമ്മുടെ ക്ലബ്ബിലേക്ക് ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്കിപ്പം ജോയിൻ ചെയ്യാം, പെയ്ഡ് ബാച്ചിലർ സ്റ്റുഡൻസിന്. ഇനി ഗ്രാമറിലേക്ക് വരികയാണെങ്കിൽ മൊത്തം ഒരു 7 ടോപ്പിക്കുകളാണ് നമ്മളോട് ചോദിക്കാറുള്ളത്. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിക്കുന്നത് ഇഫ് ക്ലോസ്, റിപ്പോർട്ടഡ് സ്പീച്ച്, എഡിറ്റിങ്ങും അതുപോലെ തന്നെ ചില കേസുകളിൽ നമ്മളോട് ഈ കൊഹിസീവ് ഡിവൈസുകളും ചോദിക്കാറുണ്ട്. ഇത്രയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൊഹിസീവ് ഡിവൈസസ്. ഇത്രയുമാണ് നമുക്ക് പ്രധാനപ്പെട്ട ഗ്രാമർ ടോപ്പിക്കുകൾ. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഗ്രാമർ ടോപ്പിക്കുകളാണ് ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്, അതുപോലെ സജഷൻസ് കൊടുക്കാൻ. സജഷൻസ് അത്ര റയറൊന്നുമല്ല, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഈ സജഷൻസിൽ ഉൾപ്പെട്ട ഒന്നാണ് ഹാഡ് ബെറ്റർ എന്ന് പറയുന്നത്. പിന്നെ ഫ്രേസൽ വേർബും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ള ഗ്രാമർ ടോപ്പിക്കാണ്. സോ ഏകദേശം ഒരു 8ഓളം ഗ്രാമർ ടോപ്പിക്കുകൾ നമുക്ക് പഠിച്ചു പോകാനുണ്ട്. ഇനി നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഒരു സ്റ്റഡി പ്ലാനായിട്ട് നമ്മളൊരു ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. എന്നാലും ഞാൻ നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്താം. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തത് 10 ചാപ്റ്ററിൻ്റെ ചാപ്റ്റർ സമ്മറി ആയിരുന്നു. ഇനി അതേ ദിവസം തന്നെ ഞാൻ നിങ്ങൾക്ക് എല്ലാ ഡിസ്കോസിൻ്റെയും ഫോർമാറ്റ് നമ്മുടെ ക്ലബ്ബുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പെയ്ഡ് സ്റ്റുഡൻസ് അല്ലാത്തവർക്ക് ഞാനത് കമ്മ്യൂണിറ്റിയിലും ഇനി പ്രൊവൈഡ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് ഇന്നേ ദിവസം, അതായത് 3-ാം തീയതി നമുക്ക് വർണിത മിസ് ബാക്കി വരുന്ന 9 ചാപ്റ്ററുകളുടെയും ചാപ്റ്റർ സമ്മറി നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നതായിരിക്കും. ഇനി 4-ാം തീയതി, അതായത് അടുത്ത ദിവസം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ ചാപ്റ്ററിനും നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യലാണ് നമ്മൾ അടുത്ത ദിവസത്തെ ലൈവിൽ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഗ്രാമർ നമുക്ക് ഗ്രാസ് റൂട്ട് ലെവലിൽ പഠിക്കാം. ഗ്രാമറിന് കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അന്നേ ദിവസം രാത്രി എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും എക്സാം പോയിന്റുകൾ ക്ലബ്ബിൽ, കമ്മ്യൂണിറ്റിയിൽ, ആപ്പിൽ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ എക്സാമിൻ്റെ ദിവസം അന്ന് നമുക്ക് രാവിലെ 7 മണിക്ക് റോക്കറ്റ് റിവിഷൻ ഉണ്ടായിരിക്കും. റോക്കറ്റ് റിവിഷനിൽ നമ്മളൊരു കഴിഞ്ഞ വർഷത്തെ പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കഷൻ ആയിരിക്കും രാവിലെ 7 മണിക്ക് നടക്കുക. സോ ഇത്രയാണ് നമ്മുടെ പ്ലാൻ.
ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് ടൈമിനെ മാനേജ് ചെയ്യാം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം, അല്ലെങ്കിൽ ഈ വീഡിയോ ലെങ്ത് കൂടും. സോ ഓൾ ദ വെരി ബെസ്റ്റ്. ഈ ഒരു പ്ലാൻ വെച്ചിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഷുവറായിട്ട് നിങ്ങൾക്ക് ഒരു A+ കിട്ടും, ഷുവറായിട്ട് നിങ്ങൾക്ക് ഒരു ഫുൾ മാർക്ക് കിട്ടും. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ബൈ.